എന്നെ പരിചയപ്പെടുത്തി, ഞാൻ പ്രസേൻ ജോണാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഇന്നിവിടെ സംസാരിക്കാനുള്ളത് സാത്താനിക് തോട്ട്സാണ്. സാത്താനിക് തോട്ട്സ് എന്നാണ് എൻ്റെ വിഷയം. ഈ സാത്താനിക് തോട്ട്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, സ്വർഗ നരക സങ്കല്പങ്ങൾ, പിന്നെ മാനസിക പ്രശ്നങ്ങൾ. ഇതിൽ ഞാൻ പറയുന്നത് കുറച്ച് എൻ്റെ സംശയങ്ങളാണ്. ഈ സംശയങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് സബ്ജക്റ്റുകൾ ദൈവം, പിന്നെ സാത്താൻ, സ്വർഗം, നരകം, ദുഷ്ടത, ശ്രേഷ്ഠത, ഇത്രയുമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ഉൾക്കൊള്ളിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചില ക്ലയൻസ്, അവർക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാവും. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ OCD എന്നാണ് ഷോർട്ട് പറയുക. ഈ OCD ഉള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പലർക്കും OCD ഉള്ള വ്യക്തികളിൽ പലർക്കുമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്യണം, വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണം, പൂർണ്ണമായിട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരം ആളുകൾ നമുക്കറിയാം, നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മളൊക്കെ ജനിച്ചത് വിശ്വാസപരമായ കുടുംബങ്ങളിലാണ്, തീവ്ര വിശ്വാസപരമായ കുടുംബങ്ങളിലാണ്. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ കടന്നുറങ്ങുന്നിടം വരെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ദൈവവിശ്വാസപരമായിട്ടുള്ള ആചാരവും അനുഷ്ഠാനവും പ്രാർത്ഥനകളും ഒക്കെയാണ്. അപ്പം ഈ OCD ഉള്ള കുട്ടികളും, അതായത് OCD ഉള്ള വ്യക്തികളും, അവർക്കും ഈ വിശ്വാസപരമായിട്ടുള്ള ജീവിത രീതിയായിരിക്കും. അപ്പോൾ അവരുടെ ഈ OCD അവരെ പ്രേരിപ്പിക്കുന്നത് അവർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, അവരുടെ വിശ്വാസം പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അവർ കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. കാരണം ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. അതുകൊണ്ടാണ് ഈ OCD ഉള്ള എൻ്റെ ക്ലയൻസിൻ്റെ ആ ഒരു വിഷനിലാണ് ഞാൻ ഈ സാത്താനിക് തോട്ട്സ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സാത്താൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ദൈവത്തിനും ക്ലാരിറ്റി ഇല്ല, സാത്താനും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ സാത്താൻ എന്ന വാക്കുകൾ ആ വ്യക്തി, ആ ഒരു സങ്കല്പം ഉണ്ടായത് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ആദ്യം പിടിച്ച് പുറത്താക്കിയത് സാത്താനെയും അനുയായികളെയുമാണ്. സാത്താൻ എന്നും ലൂസിഫർ എന്നും ഡെവിളെന്നും അങ്ങനെ പല പല പേരുകളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മനുഷ്യരെ ഈ ഒരു സാത്താൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമായിട്ടുള്ള റിലിജിയൻ ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവുമാണ് മുഖ്യമായിട്ടുള്ളത്. മറ്റു മതങ്ങളിൽ അതിൻ്റെ പല പല രൂപങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആനിമൽ കിങ്ഡത്തിൽ ആനിമൽസിനെ നമുക്കറിയാം, ആനിമൽസ് കാട്ടിലാണ് പല ആനിമൽസിനും ഗ്രൂപ്പുകളുണ്ടാവും. ഒരു ഒരു ലീഡർ ഉണ്ടാവും, അതിന് കുറേ ആണും പെണ്ണുമായ കുട്ടികളുമൊക്കെയായ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആനിമൽ കിങ്ഡത്തിൽ സാധാരണ ഓരോ ഗ്രൂപ്പിനും അതായത് മയിലുകൾക്കാണെങ്കിൽ ഒരു 10-50 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു പന്നികൾക്കാണെങ്കിൽ 100-300 പേരുണ്ടാവും. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഇത്ര പേര് ഓരോ ഗ്രൂപ്പിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻസിന് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം 150 മുതൽ 200 പേര് മാത്രമാണ്. അതിലപ്പുറം നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് അവിടെ ഒരു ലിങ്ക് വേണം, ഒരു കണക്റ്റിംഗ് ലിങ്ക് വേണം. ആ ലിങ്ക് ചിലപ്പോൾ മിത്തോളജി ആയിരിക്കും. മിത്തോളജി എന്ന വലിയ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഭാഷയിൽ ഉണ്ടാക്കിയ കഥകൾ, എന്തെങ്കിലും ഉണ്ടാക്കിയ കഥകൾ വേണം. അപ്പം മിത്തോളജി ആയിരിക്കണം. മിത്തോളജി എന്ന് പറയുമ്പോൾ നമുക്ക് റിലിജ്യൻ മിത്തോളജി എന്ന് വെച്ചാൽ കഥകളാണല്ലോ.
കാലങ്ങളോളം കഥകൾ, നമ്മൾ ഭാഷ വന്നു, ഭാഷയിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമായത്. ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കഥകൾ പറഞ്ഞു തുടങ്ങിയത്. ആ കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ദൈവങ്ങളും അതിനോടൊപ്പം തന്നെ സാത്താനിക് ഫിഗേഴ്സും ഒക്കെ വന്നത്. അപ്പോൾ ഈ ഇങ്ങനെ മിത്തോളജി ലിങ്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഒരു ഹിന്ദു മതവിശ്വാസി, കേരളത്തിലുള്ള ഒരു ഹിന്ദു മതവിശ്വാസി ജമ്മു കാശ്മീരിലെ വൈഷ്ണവാദേവി ക്ഷേത്രത്തിൽ പോയാൽ എവിടുന്നാണ്? കേരളത്തിൽ നിന്നാണ്, ഹിന്ദുവാണ് അല്ലെങ്കിൽ നായരാണ്. അവിടെ ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. ഇവിടുന്ന് ഒരു ക്രിസ്ത്യൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കത്തീഡ്രലിൽ പോയി കാണുവാണെങ്കിൽ എവിടെയാണ് മലയാളം സംസാരിക്കുന്നത്? അതെ, ഞാൻ കേരളമാണ്, കോട്ടയമാണ്. ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. ഇതുപോലെ കണക്ട് ചെയ്യുന്ന ലിങ്കാണ് നാഷണലിസം. അതെ, കേരളക്കാർ, നമ്മൾ നോർത്ത് ഇന്ത്യയിലോ നോർത്ത് ഈസ്റ്റേൺ സൈഡിലൊക്കെ പോയിട്ടുണ്ട്, ഒരു മലയാളം സംസാരിക്കുന്ന ആൾ നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ നാഷണാലിറ്റി, റീജിയണലിസം, ഇതൊക്കെ കണക്റ്റിംഗ് ലിങ്കുകളാണ്. അതുപോലെ കണക്ട് ചെയ്യുന്ന മറ്റു പലതുമുണ്ട്. അത് ഇപ്പോൾ അമ്മ ദൈവങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഗോഡ്, ഇപ്പോൾ ഡബിൾ ശ്രീയുടെ ഭക്തർ, അല്ലെങ്കിൽ അങ്ങനെ രാംദേവിൻ്റെ ഭക്തർ, നമ്മളുടെ അമ്മ ദൈവത്തിൻ്റെ ഭക്തർ, ഇങ്ങനെ ഓരോന്നും കണക്റ്റിംഗ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ആർട്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇവിടെ ഇല്ലാത്തത് വളരെ കൊച്ചുകുട്ടികളാണ്. കൊച്ചുകുട്ടികളെ പലരും ഇപ്പോൾ ചിലരൊക്കെ സൗത്ത് കൊറിയൻ ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്, കൊറിയൻ ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. കാരണം എന്താണ്? അവർക്ക് BTS ഇഷ്ടമാണ്. BTS ഇപ്പോൾ ഇല്ല. BTS ഒരു മ്യൂസിക് ബാൻഡാണ്. ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ് അവർ പിരിച്ചു വിട്ടു ആ ബാൻഡ്. ടെമ്പററിലി അവരില്ല. പക്ഷേ അവരുടെ ഹാർട്ട് ബീറ്റാണ്, യങ്ങർ ജനറേഷൻ്റെ ഹാർട്ട് ബീറ്റ്സാണ് ഈ BTSൻ്റെ മ്യൂസിക്. അപ്പോൾ ആ BTSനോട് ഇഷ്ടം തോന്നിയിട്ട് കുട്ടികളെല്ലാം കൊറിയൻ ഭാഷ അറിയാം. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് പലർക്കും കൊറിയൻ ഭാഷ അറിയാം. ആ കൊറിയൻ ഭാഷയാണ് അവരെ കണക്ട് ചെയ്യുക. ആ BTS ആണ് അവരെ കണക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് റൈറ്റേഴ്സ് നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യും. സൽമാൻ റഷ്ദിയുടെ സത്താനിക് വേർഡ്സ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചവരുടെ ഒരു വൈബ് ഒന്ന് സെപ്പറേറ്റ് ആണ്, അല്ലേ? അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുവാൽ നോവ ഹരാരി എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നത് പ്രധാനപ്പെട്ട ഒരാളാണ് യുവാൽ നോവ ഹരാരി. പക്ഷേ ഇന്ന് അറ്റ് പ്രസൻറ്റ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഈ നമ്മളുടെ ഈ മിത്തോളജിയും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അവിയൽ രൂപത്തിലുള്ള ഒരു സമൂഹത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്, നിങ്ങളെല്ലാം എന്താ പറയുക, വിഷമിക്കുന്ന ഒരു കാര്യം നമ്പറിനെ കുറിച്ച്. എനിക്ക് ആ നമ്പറിനെ കുറിച്ച് വിഷമമില്ല. ഞാൻ ഒരു റാഷണലിസ്റ്റ് ആയതിൽ ഞാനൊരു വെരി പ്രൗഡ്, സൂപ്പർ പ്രൗഡ് റാഷണലിസ്റ്റാണ്. കാരണം ഞാൻ എന്തായിരുന്നു, ഞാനിപ്പോഴെന്താണ് എന്ന് വ്യക്തമായിട്ടറിയാം. ഞാൻ തനിച്ചായി പോകുന്നതിൽ എനിക്ക് സങ്കടമേ ഇല്ല. കാരണം ഞാൻ തനിച്ചായിരിക്കുമ്പോൾ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ ഇരിക്കുക, തന്നെ ചിന്തിക്കുക, വേറിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഈ ഓഡിയൻസിൽ വന്ന് നിൽക്കേണ്ട ആളേ അല്ല. കാരണം 5ാം ക്ലാസ് വരെ ഞാൻ ഡിസ്ലെക്സിക്കായിരുന്നു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. 8 മക്കളുള്ള എൻ്റെ വീട്ടിൽ ഏറ്റവും മന്ദബുദ്ധിയായിട്ടുള്ള ഞാൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ വന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ആ ഡിസ്ലെക്സിക്കായി എന്നെ മുമ്പിൽ നിർത്തിയിട്ടാണ് എന്നെ കമ്പയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ റാഷണലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, യുവാൽ നോവ ഹരാരിയെ വായിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾ റാഷണലിസ്റ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു സങ്കടങ്ങളും ഇല്ല. എന്നും വേറിട്ട് ചിന്തിക്കുന്ന ഈ ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ കുറവായിരുന്നു നമ്മളുടെ നാട്ടിൽ. ഇപ്പോൾ ലോകത്ത് പലയിടത്തും കൂടുന്നുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ വിഷമില്ല. പക്ഷെ നമ്മളെ ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്നത്, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്കറിയുന്ന ഇത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ളത് ശാസ്ത്രമാണ്, അല്ലേ? ശാസ്ത്രം ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയപ്പോഴൊക്കെ ആൾക്കാരെന്ത് ചെയ്തു? ശാസ്ത്രത്തെ സതാനിക് എന്നാണ് വിളിച്ചത്. ചെകുത്താൻ്റെ പ്രേരണ, അതെ ഗലീലിയൊക്കെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചർച്ച എങ്ങനെ റിവോൾട്ട് ചെയ്തു എന്ന് നമുക്ക് ഇവിടെ കണ്ടത്തിൽ സാറിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ചർച്ച് അങ്ങേരുടെ കഥ കഴിച്ചു, അത്രയേ ഉള്ളൂ. അതിലപ്പുറം വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ ലിങ്ക് ചെയ്തിട്ടുള്ളത് ശാസ്ത്രമാണ്. ആ ഒരു എന്താ പറയുക, ശാസ്ത്ര കുതൂഹലതയുടെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ മുമ്പിലാണ് നമ്മൾ അതുമായിട്ട് ലിങ്കായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ തന്നെ ആണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ഒരു 100,000 ദൈവങ്ങളും 100,000 മതങ്ങളും
അത് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഏറെ മതങ്ങളും ദൈവങ്ങളും ഒക്കെ ചത്ത് കെട്ടുപോയി. ഒരുപാട് ആയിരക്കണക്കിന്. കാരണം നമ്മൾ ഈ മതത്തിൻ്റെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങില്ല. കാരണം ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട് മതങ്ങളല്ല ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങളും കല്ല് ദൈവങ്ങളും ഒക്കെ ആയിട്ട്. ഈ ദൈവങ്ങളുടെയും ഈ സാത്താൻ്റെയും ഒക്കെ കഥകൾ തുടങ്ങിയിട്ട് ഏകദേശം 50,000 വർഷങ്ങളേ ആയിട്ടുള്ളൂ. 50,000 വർഷങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാനും ഈ സാത്താൻ്റെയും ദൈവങ്ങളുടെയും ഒക്കെ കഥകൾ മോടി പിടിപ്പിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെത്താനുമൊക്കെ കാരണമായത്. ഇപ്പോൾ പഗൻ, സൗരാഷ്ട്രൻ, ഈജിപ്ഷ്യൻ, ബാബിലോണിയൻ മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അവരുടെ ക്രിമേഷൻ ഗ്രൗണ്ടുകളിൽ, ശവസംസ്കാര കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അന്ന് കാലം മുതൽ തന്നെ ദൈവസങ്കല്പങ്ങളും ആഫ്റ്റർ ഡെത്ത് സങ്കല്പങ്ങളും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെ നിലനിന്നിരുന്നു എന്നുള്ളത്. നമ്മൾ ഈ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മരണശേഷം സ്വർഗം എന്ന സങ്കല്പം ആദ്യം ഉണ്ടായിരുന്നത് സാധാരണക്കാർക്കായിരുന്നില്ല. അന്ന് രാജാക്കന്മാരെപ്പോഴും വേറിട്ടവരല്ലേ, രാജാക്കന്മാരെപ്പോഴും സ്പെഷ്യലാണല്ലേ. അപ്പോൾ ഈ രാജാക്കന്മാർക്ക് മാത്രമാണ്, അവർ മരിച്ചാലും മരിക്കത്തില്ല, അവർ മരിച്ചാലും അവർക്ക് സ്വർഗം കിട്ടും. പക്ഷെ സാധാരണക്കാർക്ക് സ്വർഗം കിട്ടുമായിരുന്നില്ല. പിന്നീടാണ് ഈ നമ്മുടെ ഉദാരവൽക്കരണം നടത്തി സ്വർഗരാജ്യം സെമറ്റിക് മതങ്ങൾ വന്നപ്പോഴാണ് ഇസ്ലാം, ക്രിസ്ത്യൻ, എനിക്ക് തോന്നുന്ന ജൂത മതത്തിലുമൊക്കെ ഈ സാധാരണക്കാർക്ക് കൂടി സ്വർഗരാജ്യം അവകാശമാണ് എന്നുള്ള രീതിയിലേക്ക് സംഭവങ്ങൾ മാറിമറിഞ്ഞത്. പക്ഷെ നമ്മളുടെ ഇന്ത്യൻ ചിന്താഗതി പ്രകാരം നമ്മൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. സനാതനധർമ്മത്തിൽ വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ ഒരുപാട് റീബർത്ത് ചെയ്യണം. കാരണം ഈ ഒരു വളരെ ജാതിയിൽ താഴ്ന്നവൻ മുകളിലെത്തിയാൽ മാത്രം, അത് ഓരോ റീബർത്തിനും പിന്നെ ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, അങ്ങനെ ഓരോ ജന്മം കഴിഞ്ഞ അവസാനമാണ് ഈ പിന്നെ മോക്ഷപ്രാപ്തി കിട്ടുക. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ഇത് മറ്റുള്ള ഈ സെമറ്റിക് മതങ്ങളിൽ അങ്ങനെയല്ല. ഈ ആദ്യം പിന്നെ ഈ സ്വർഗത്തിലെത്തിയ ഇപ്പോൾ നമ്മളുടെ ഈ സെമറ്റിക് മതപ്രകാരം, സെമറ്റിക് മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമായിട്ടും ക്രിസ്ത്യൻ, ഇസ്ലാം മതപ്രകാരം എനിക്ക് വളരെ കൺഫ്യൂസ് ഉള്ളത്, ഞാൻ പറഞ്ഞ OCD ഉള്ള ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള ആളുകൾ ചോദിക്കുന്ന ക്ലാരിഫിക്കേഷൻ അവിടെയാണ് വളരെ മെയിൻ ആയിട്ടുള്ളത്. ഈ ഉടലൂടെ സ്വർഗത്തിൽ പോകുമെന്നാണ് ആ ഒരു സങ്കല്പം. അതിന് ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒസിറിസ് എന്ന ഈജിപ്ഷ്യൻ ദൈവമാണ് മരണശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ഉടലൂടെ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത ആദ്യത്തെ വ്യക്തിയായിട്ട് നമ്മളുടെ ഈ ചരിത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സ്വർഗത്തിലേക്ക് ജീസസ് ക്രൈസ്റ്റും ഉടലോടെയാണ് പോയത്. അത് കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ പീഡനമേറ്റു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം കുറച്ചു കാലം കറങ്ങി നടന്ന ശിഷ്യന്മാരുടെ കൂടെ അതിനുശേഷമാണ് സ്വർഗാരോഹണം നടക്കുന്നത്. സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ ഉടലോടെയാണ് സ്വർഗത്തിൽ പോയത്, ആത്മാവല്ല. അപ്പം ഈ ഉടലൂടെ സ്വർഗത്തിൽ പോയ പിന്നത്തെ ഒരാൾ പിന്നെ ബുദ്ധനാണ്. ബുദ്ധനും ഉടലോടെയാണ് സ്വർഗത്തിൽ പോയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണാനന്തര ജീവിതം വിത്ത് ബോഡിയാണോ വിത്തൗട്ട് ബോഡിയാണോ? മരണാനന്തരം നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നത് ബോഡിയോട് കൂടിയാണോ ബോഡി അല്ലാതെയാണോ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കുഴപ്പം ഈ ബോഡി എന്നുള്ളത്, അത് നമുക്ക് അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. എന്നുവെച്ചാൽ അത്രമാത്രം സെൽഫിഷാണ് നമ്മൾ. മരിക്കാൻ ഇഷ്ടമില്ല, മരിച്ചാലും നമ്മൾ സമ്മതിക്കില്ല, നമുക്ക് ബോധം ഉണ്ടാവും. നമ്മൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പോൾ ഈ ക്രിസ്ത്യൻ മതപ്രകാരം അത് എന്നെ ഓരോ ദിവസവും നടത്തുന്ന പൂജയിൽ, കുർബാനയിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ രക്തവും മാംസവും, ബ്ലഡ് ആൻഡ് ഫ്ലഷാണ്, റിയലായിട്ട് അങ്ങനെ തന്നെയാണ് സങ്കല്പം. അപ്പോൾ ഈ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡി വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പം ശവസംസ്കാരം ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മാർപ്പാപ്പ ഒരു പുതിയ ഡിക്ലറേഷൻ ഇറക്കി ക്രിമേഷൻ ചെയ്യാമെന്നുള്ളത്.
പക്ഷേ ഇത്ര കാലവും ക്രിസ്ത്യാനിറ്റിയിൽ ക്രിമേഷൻ ചെയ്യാതിരുന്നത് ഈ ബോഡിയോട് ഉടലോടെയൊക്കെ സ്വർഗത്തിൽ പോകേണ്ടത് കൊണ്ട് കത്തിച്ചളഞ്ഞ പ്രശ്നമല്ലേ, ഇവിടെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഈ ക്രിമേഷൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇനി വിശ്വാസികൾ എന്താണ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്തിമ വിധി നാളിൽ, ഞാൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, അന്തിമ വിധി നാളിൽ ജീസസ് ക്രൈസ്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് മരിച്ചു പോയിട്ടുള്ള സർവ്വ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും ഇതുവരെ. അപ്പോൾ എന്ന് മുതലാണെന്ന് നമുക്കറിയില്ല, കാരണം 3 ലക്ഷം വർഷത്തെ ഹിസ്റ്ററി ഉണ്ട് മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻസിന്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ 72,000 വർഷങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മൾ ഭാഷ ഉണ്ടാകുകയും സംസ്കാരങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിട്ട് 72,000 വർഷങ്ങൾ, അതിന് മുമ്പുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ള കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം നന്മ ചെയ്തവരെ വലതുവശത്തും തിന്മ ചെയ്തവരെ ഇടതുവശത്തുമാണ് നിർത്തുക. എന്നിട്ട് നന്മ ചെയ്തവരെ എല്ലാം സ്വർഗത്തിൽ വിടും, തിന്മ ചെയ്തവരെ എല്ലാം നിത്യനരകത്തിലും വിടും. അവിടെയും പ്രശ്നം ശരീരമാണ് ഇമ്പോർട്ടൻ്റ്. കാരണം സ്വർഗത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്, നരകത്തിൽ ഭയങ്കരമായ കഷ്ടതകളും വേദനയുമാണുള്ളത്. അപ്പോൾ അന്തിമ വിധിനാളിൽ ഇങ്ങനെ ഒരു എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ, അന്തിമ വിധിനാളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നും ഇങ്ങനത്തെ മരിച്ചവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണം എന്നും ഒക്കെയുള്ള പ്രശ്നം. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ വേറെ ഒരു പ്രശ്നം വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുമതം ആദ്യഘട്ടത്തിൽ ക്രിസ്തുമതം ഉണ്ടായി എന്ന് പറയുമ്പോൾ ക്രിസ്തു ജനിച്ചതിന് 4-5 വർഷം മുമ്പാണ് ഈ ക്രിസ്തു തെറ്റിപ്പോയതാണ്, കണക്ക് തെറ്റിപ്പോയിട്ട് 400 വർഷങ്ങൾക്ക് ശേഷം, ക്രിസ്തു ജനിച്ച് 400 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തുവിനെ കുറിച്ച് എഴുതുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ 4-5-6 വർഷം തെറ്റിപ്പോയിട്ടുണ്ട് കണക്കിൽ. അതവിടെ നിൽക്കട്ടെ, അവിടെയല്ല പ്രശ്നം വരുന്നത്. ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ബൈബിൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ കാര്യം നിങ്ങൾക്കറിയാം, അച്ചടി ഭാഷയില്ല, പ്രിൻറ്റിങ് പ്രസ്സില്ല, ഓരോരുത്തരും ഇങ്ങനെ കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത്. കോപ്പി അടിക്കുമ്പോൾ ഒരു ബുക്ക് നോക്കി കോപ്പി അടിക്കുമ്പോൾ എഴുതുന്നയാളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ ആഡ് ചെയ്ത് ഇപ്പോൾ ലോകത്ത് 80,000 ബൈബിളുണ്ട്. അപ്പോൾ ഒരു ബൈബിള് മറ്റ് ബൈബിളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഈ കോപ്പി അടിക്കുമ്പോൾ മാറ്റി എഴുതാതിരിക്കുന്ന ഒരവസ്ഥ വന്നത് പ്രിൻറ്റിങ് പ്രസ് കണ്ടുപിടിച്ചപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ വേറെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ ആത്മാവ് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ശരീരം എന്ത് സംഭവിക്കും? ഇവിടെ ഇടയിൽ ഈ കണ്ട കാലത്തിനിടയിൽ ഏതോ ഒരു മാർപ്പാപ്പ കണ്ടുപിടിച്ച് ശുദ്ധീകരണ സ്ഥലം, ആ ശുദ്ധീകരണ സ്ഥലത്തിട്ടിട്ട് ഈ കുറച്ച് പേരെ, കൂടുതൽ തിന്മ ചെയ്യാത്തവരെ അല്ലെങ്കിൽ കൂടുതൽ നന്മ ചെയ്യാത്തവരെ, ഇൻ ബിറ്റ്വീൻ നടുവിലുള്ള ആൾക്കാരെ കുറച്ച് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് സ്വർഗത്തിൽ വിടുക എന്നും പറയുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു ക്ലാരിറ്റിയും നമുക്ക് അവൈലബിൾ അല്ല. ഇസ്ലാം മതത്തിലാണെങ്കിൽ ഈ അന്തിമ വിധി നാളിലൊന്നും പോകണ്ട, മരിച്ച ഉടനെ തന്നെ ഖബറിൽ മലക്ക് അങ്ങോട്ട് വിധി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉടനെ തന്നെയാണ് പണിഷ്മെൻറ്റോ സ്വർഗമോ ഒക്കെ കിട്ടുന്നത്. നമ്മുടെ ക്രിസ്തുമതപ്രകാരം, നമ്മുടെ ക്രിസ്തുമതം ഉണ്ടായതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റൻ്റ് മതമായിട്ട് വരുന്നത്. ക്രിസ്തുമതത്തിൽ ഈ ശരീരത്തോടെ സ്വർഗത്തിൽ പോകാമെന്നുള്ള സങ്കല്പവും, ശരീരത്തിൽ പീഡനങ്ങൾ ഏൽപ്പിക്കുക, നമ്മൾ പട്ടിണി കിടക്കുക, അതായത് ഉപവസിക്കുക, തീവ്രമായ ജീവിതചര്യയിലൂടെ പോകുക. നമുക്കറിയാം, ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ മുമ്പ് 25 നോയമ്പ്, 50 നോയമ്പ്, 50 ദിവസത്തെ നോയമ്പ്, 25 ദിവസത്തെ നോയമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് മത്സ്യമാംസങ്ങളൊന്നും കഴിച്ചുകൂടാ, കാരണം നമ്മൾ ശരീരത്തെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെയാണ് റിവോൾട്ട് ചെയ്തത് മാർട്ടിൻ ലൂതർ. റിവോൾട്ട് ചെയ്യുകയും ശരീരമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആത്മാവാണ്, അല്ലാതെ വിശ്വാസമാണ്. അതായത് സോളാഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി ഫെയ്ത്ത് മാത്രമേ ഉള്ളൂ, വിശ്വാസം മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അല്ലാതെ ഈ ശരീരത്തെ പീഡിപ്പിക്കുന്ന പാപമാണ് എന്നാണ് മാർട്ടിൻ ലൂതറിൻ്റെ ആ പ്രിൻസിപ്പിൾസ്. അത് അങ്ങനെയാണ് അവർ പ്രൊട്ടസ്റ്റൻ്റ് മതം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു, ഈ സാത്താൻ എന്ന സങ്കല്പം കഥകളിലൂടെ, മതങ്ങളുടെ ഉണ്ടായതുപോലെ തന്നെ കഥകളിലൂടെ, നാടോടി പാട്ടുകളിലൂടെയൊക്കെ പറഞ്ഞാണ് ഈ സാത്താൻ എന്ന അവസ്ഥയ്ക്ക് നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ രൂപം കൊടുത്തത്.
എന്താ പറയുക, ഇത് പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഈ ബൈബിളിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ സാത്താനും ഒരു ബൈബിളുണ്ട് കേട്ടോ. എന്താ ലാവീസ് സാത്താനിക് ബൈബിൾ എന്നൊരു ബൈബിളുണ്ട്. ആ ഒരു ബൈബിൾ മാത്രമല്ല, ഒരുപാട് സാത്താനുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുക്കുകളുണ്ട്. നിരവധിയായ ബുക്കുകൾ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ആമസോണിലും ഒക്കെ ലഭിക്കുകയും ചെയ്യും. സാത്താനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാങ്ങി വായിക്കാവുന്നതേ ഉള്ളൂ. ഹിന്ദു മതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സനാതന ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിന്ദുമതം. അതിൻ്റെ ബേസ് തന്നെ സനാതന ധർമ്മമാണ്. അപ്പോൾ ഈ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്ന ഒരു നാട്ടിലാണ് സിദ്ധാർത്ഥന് ജനിക്കുകയും സിദ്ധാർത്ഥന് ഈ ഒരു സനാതന ധർമ്മവും റിച്വൽസ്, പിന്നെ എന്തുവാ പൂജ, ബലിദാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ റിവോൾട്ട് ചെയ്തിട്ട് ആള് പിന്നെ ബുദ്ധമതം സ്ഥാപിച്ചത്. ബുദ്ധമതത്തിൽ നിർവ്വാണ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ റീബർത്തിൻ്റെ ആവശ്യമില്ല, ഈ ബലിദാനത്തിൻ്റെ ആവശ്യമില്ല, ഒരുപാട് പൂജാകർമ്മങ്ങളുടെ ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു റവല്യൂഷണറി തോട്ടായിരുന്നു ശ്രീബുദ്ധൻ ഉണ്ടായിരുന്നത്. ശ്രീബുദ്ധൻ അതുകൊണ്ട് കുറച്ചും കൂടി ഉദാര മനസ്കനും മാനവികതയുള്ള ആയിരുന്നു അന്ന കാലത്ത്. പിന്നെ ശ്രീബുദ്ധനെ പിന്നെ എടുത്തു കളഞ്ഞു. പിന്നെയും നമുക്ക് ഹിന്ദുസത്തിൻ്റെ അപ്രൈസിംഗ് ആണ് നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയാണ് എനിക്ക് പറയാനുള്ള കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. രാക്ഷസീയ സാത്താനിക് ചിന്തകളിൽ നമ്മുടെ ഹിന്ദു മതപ്രകാരമുള്ള സാത്താനിക് ചിന്തകൾ കുറച്ചും കൂടി നമുക്കങ്ങനെ പേടിപ്പെടുത്തുന്ന ചിന്തകളല്ല. അതിനെനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ ജനിച്ച് ജീവിച്ചത് കൊണ്ടായിരിക്കും. കാരണം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ഓണം. ലോകത്ത് ലോകത്ത് ഒരു സാത്താനിക് ഫിഗറിനെ ആരാധിക്കുന്ന ഒരു നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളമാണ്, അല്ലേ? നമ്മളുടെ സാത്താൻ വളരെ ലവിങ് ആണ്, ഈക്വാലിറ്റിയുടെ ആളാണ്, വളരെ നീതിയും ന്യായവും ഒക്കെ ഉണ്ടായിരുന്ന സങ്കല്പമാണ്. ആ സങ്കല്പമാണ് നമ്മുടെ മാവേലി. അതുകൊണ്ടായിരിക്കണം ഹിന്ദുയിസത്തിൽ നമുക്ക് സാത്താനിക് ഫിഗർ എന്ന് പറയുമ്പോൾ അങ്ങനെ പേടി വരുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻറ്റിമേറ്റാണ് നമ്മളുടെ മാവേലിയുമായിട്ട്. അത് നമ്മളുടെ ഈ ഇവിടുത്തെ ഒരു സുന്ദരമായ സങ്കല്പം കൊണ്ടായിരിക്കണം അത്. സ്വർഗവും നരകവുമാണ്. ഈ സ്വർഗവും നരകവും എന്ന സങ്കല്പം വളരെ മനോഹരമാണല്ലേ? യാതൊരു ക്ലാരിറ്റിയും ഇല്ല. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുള്ള ആളുകൾ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യവും അതാണ്. സ്വർഗത്തിൽ നമുക്ക് പോകണമെങ്കിൽ നന്മ ചെയ്യണം, അല്ലെങ്കിൽ ശ്രേഷ്ഠ മനുഷ്യരായിരിക്കണം. നന്മ ചെയ്യണം, ശ്രേഷ്ഠതയുള്ള മനുഷ്യരായിരിക്കണം. തിന്മ ചെയ്താൽ സ്വർഗം കിട്ടില്ല. ഈ ദുഷ്ടത ചെയ്താലും സ്വർഗം കിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൽ ആരാണ് പോവുക? ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? എന്താ വെച്ചാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നത് ആരാണ്? നന്മ ചെയ്യുന്നത് ആരാണ് ശ്രേഷ്ഠൻ? ഞാനാണ് ശ്രേഷ്ഠൻ, നിങ്ങളെല്ലാം ദുഷ്ടരാണ് എന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ പറയും ഞാനാണ് ദുഷ്ട, നിങ്ങൾ ശ്രേഷ്ഠനാണ്, അല്ലേ? ഇവിടെ നന്മ ചെയ്യുന്നവരെപ്പോഴും ഞാനാണ്, തിന്മ ചെയ്യുന്നവർ നിങ്ങളുമാണ്. അത് ഏത് സെമറ്റിക് മതങ്ങളിലാണെങ്കിലും നമ്മുടെ സനാതന ധർമ്മപ്രകാരമാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ക്രൂരകൃത്യം ഞാൻ ചെയ്താലും അത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ അതിനെനിക്ക് എക്സ്ക്യൂസ് ഉണ്ട്. അവിടെ നിങ്ങൾ നികൃഷ്ടനാണ്, നിങ്ങൾ എൻ്റെ റിലിജനേക്കാളും താഴ്ന്നവരാണ്. ഞാനും ഒരു ബ്രാഹ്മണൻ ആണെങ്കിൽ എനിക്ക് എൻ്റെ മതത്തിന് താഴെയുള്ളവരെല്ലാം വളരെ ലോ ക്ലാസ്സിലുള്ളവരാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് എന്ത് ചെയ്താലും എനിക്കത് ജസ്റ്റിഫൈ ചെയ്യാം. കാരണം ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് എൻ്റെ ധർമ്മമാണ്. അങ്ങനെ അനുഭവിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയുമാണ്. ഞാൻ എന്ത് ചെയ്താലും, ഞാൻ ബ്രാഹ്മണനാണെങ്കിൽ ഞാൻ എന്ത് തന്നെ ചെയ്താലും നിങ്ങളത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഹിന്ദു മതപ്രകാരമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെക്കുറിച്ച് ഇതിലെത്തണമെങ്കിലും അങ്ങനെ ചെയ്തേ പറ്റൂ. എൻ്റെ ഡ്യൂട്ടിയാണ് അത് നിങ്ങളെ പീഡിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ മറ്റുള്ള മതപ്രകാരം സ്വർഗത്തിന് അവകാശപ്പെടണമെങ്കിൽ നമ്മൾ ശ്രേഷ്ഠത ചെയ്യണം, നന്മ ചെയ്യണം. ഇപ്പോൾ ഒരു കുഴപ്പം, ഒരു മുത്തശ്ശി ജീവിതം മൊത്തം വളരെ നന്മയോടെ ജീവിച്ചു, വളരെ സന്തോഷത്തോടെ ജീവിച്ചു, എല്ലാവരെയും സഹായിച്ചു,
ഒരുപാട് ദാനധർമ്മം ചെയ്തു. ആ മുത്തശ്ശി ജീവിത അവസാനം ആയപ്പോഴത്തേക്ക് ആ മുത്തശ്ശി പച്ചത്തെറി വിളിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും, എല്ലാവരും ചീത്ത വിളിക്കും. അപ്പോൾ അത്രയും കാലം മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ വളരെ ഇഷ്ടമായിരുന്ന ഈ മുത്തശ്ശി വയസ്സാം കാലത്ത് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? നരകോ? അപ്പോൾ അത്രയും കാലം മുത്തശ്ശി ചെയ്തതോ ആരും കൺസിഡർ ചെയ്യൂലേ? അല്ല, അതൊരു ചോദ്യമല്ലേ? മുത്തശ്ശിന്റെ ഏത് സമയം ഫിക്സ് ചെയ്തിട്ടാണ് സ്വർഗം വിധിക്കുക? മുത്തശ്ശി എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നതാണെന്നാണ് പ്രശ്നം. മുത്തശ്ശി പ്രായമായപ്പോൾ മുത്തശ്ശിയുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ശരീരത്തിലെ ന്യൂറോ കെമിക്കൽ ബാലൻസിങ് തെറ്റിപ്പോയപ്പോൾ മുത്തശ്ശിയുടെ തലച്ചോറ് പറയുന്നത് മുത്തശ്ശിയുടെ മുമ്പിലുള്ളവരെല്ലാം മുത്തശ്ശിയെ ഉപദ്രവിക്കുന്നു, മുത്തശ്ശിക്ക് ആർക്കും മുത്തശ്ശിയെ ഇഷ്ടമില്ല, എല്ലാവരും ഉപദ്രവിക്കാനാണ് വരുന്നത്, ഒരാൾക്കും ആളോട് സഹായിക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുത്താലും മുത്തശ്ശി പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നില്ല. അൾഷമേഴ്സ് വന്നു മുത്തശ്ശിക്ക്. അപ്പം മുത്തശ്ശി പിന്നെയും വഴക്ക് പറയുന്നു. ഇപ്പോൾ ഇതിന് ആരാണ് ഉത്തരവാദി? ഇവിടെ ചോദ്യം, ഒരാളുടെ ശരീരത്തിൽ ക്യാൻസർ വന്നുവെന്ന് വിചാരിക്കാം. ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? എല്ലാവർക്കും ടെസ്റ്റ് മെസ്സേജ് അയക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാ ഇന്നയാൾക്ക് ക്യാൻസർ വന്നു, പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും നമ്മൾ മെസ്സേജ് അയക്കും, ഗ്രൂപ്പുകളിൽ അയക്കും, പ്രാർത്ഥനാ സഹായം ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, പള്ളിയിൽ പറയും, എല്ലാവരുടെ പറയും. അപ്പോൾ ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്യൂമർ വന്നിട്ടുണ്ട്, ഒരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എന്നെ വേഗം സുഖമാക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരുടെ സ്പ്രെഡ് ചെയ്യും. പക്ഷെ ഒരാൾക്ക് മാനസിക അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ആർക്കും മിണ്ടത്തില്ല, ആർക്കും പറയില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിന്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡാണ്. അയാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്. നമ്മൾ എത്രമാത്രം വാല്യൂ ചെയ്യുന്ന ഒരു പദവിയാണെന്ന് നോക്കുക. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് നോക്കുക, അച്ഛൻ ഇന്നലെ ഞാൻ അച്ഛൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛന് നാണക്കേടാണിത്. എന്താണ്? ആ കുട്ടിക്ക് കുറച്ച് ഡിപ്രഷൻ ആണ്, ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡീവിയേഷൻ സംഭവിച്ചു. അപ്പോൾ അത് ആൾക്കാരുടെ അടുത്ത് പറയുന്നത് നാണക്കേടാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ശരീരത്തിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ദൈവമാണ്. ദൈവം നമ്മളെ ക്ലിയർ ചെയ്യും, കറക്റ്റ് ചെയ്യും. പക്ഷെ മാനസിക അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദി? ഒന്നുകിൽ ആ കുട്ടിയുടെ അഹങ്കാരം, ആ വ്യക്തിയുടെ അഹങ്കാരം, അല്ലെങ്കിലോ അടുത്ത വീട്ടിലെ ഏതെങ്കിലും ആൾ ഏതോ മന്ത്രവാദം ചെയ്തു, അതും അല്ലെങ്കിലോ ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ഏതോ ഒരു ഗ്രഹത്തിൻ്റെ പ്രശ്നമാണ്. ചൊവ്വയ്ക്കോ അല്ലെങ്കിൽ ശുക്രനോ എന്തോ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ജാതക ദോഷമാണ്, അതും അല്ലെങ്കിൽ കുടുംബത്തിൽ മരിച്ച ആരുടെയോ ഒരാളുടെ ഉപദ്രവമാണ്. ഇവിടെ പറഞ്ഞു വന്നത്, സ്വർഗരാജ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ദുഷ്ടന്മാരെയും ശ്രേഷ്ഠന്മാരെയും ക്ലാസിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ്. ഈ ദുഷ്ടത്തരം നിങ്ങൾക്കറിയാം. ഒരാൾ ഗെയിം കളിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു പയ്യൻ ഗെയിം കളിക്കുന്നു എന്ന് വിചാരിക്കുക. ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് മിറർ ന്യൂറോൺസ് ഉണ്ട് തലച്ചോറിൽ. മിറർ ന്യൂറോൺസ് നമ്മൾ കോപ്പി ചെയ്യും. എന്താണോ നമ്മൾ എക്സ്പോഷർ ചെയ്യുന്നത് അത് കോപ്പി ചെയ്യും. നിങ്ങളൊരു മ്യൂസിഷ്യൻ്റെ അടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളും പാട്ട് പാടും, നമ്മളും താളം പിടിക്കും. ഒരു ഡാൻസറിൻ്റെ കൂടെയാണെങ്കിൽ നമ്മളും പതുക്കെ സ്റ്റെപ്പ് വെച്ച് നോക്കും. അത് മിറർ ന്യൂറോൺസ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നമ്മളുടെ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നമ്മൾ അമേരിക്ക പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമേരിക്കൻ ആക്സെൻറ്റിൽ നമ്മൾ സംസാരിക്കും. മിറർ ന്യൂറോൺസ് ആണ്. നമ്മൾ ജാപ്പാനിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. കാരണം മിറർ ന്യൂറോൺസ് ആണ്, നമ്മളെ കോപ്പി ചെയ്യുന്നു. ഇതേ തന്നെയാണ് നമ്മൾ ഈ ചെറിയ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന. ഒരു വ്യക്തി മൊബൈൽ, ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ചും ഉപയോഗിക്കുമ്പോൾ വയലൻ്റ് ആവും. അവൻ ഭീകരമായിട്ട് വയലൻസ് കാണിക്കുന്നു, എല്ലാം അടിച്ച് പൊളിക്കുന്നു, അമ്മയുടെ കഴുത്തിന് പിടിക്കുന്നു, മുടിയെ പിടിക്കുന്നു, ഭീകരമായ അവസ്ഥ. ഇതിനാരാണ് ഉത്തരവാദി? ഒരു ചെറിയ കുട്ടിയെ ഒരാൾ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നു. ആ കുഞ്ഞിന് അറിയില്ല എന്താ സംഭവം. അവൻ വിചാരിക്കുന്നു അവനെ ആ അബ്യൂസ് ചെയ്ത വ്യക്തി പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇവിടെ ജീവിക്കേണ്ടത് എന്ന് അവനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അവനത് മറ്റാരോട് ഷെയർ ചെയ്തെന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്നു. കാലങ്ങൾ കഴിഞ്ഞ് അവൻ വലുതാവുന്നു. അവൻ അതേ കൃത്യം മറ്റു കുഞ്ഞുങ്ങളോട് ആവർത്തിക്കുന്നു. ആരാണ് ഉത്തരവാദി? അവനാണോ? ഈ കൃത്യം ഇവൻ ഇങ്ങനെ ആവാൻ ആരാണ് ഉത്തരവാദി? അവനാണോ? അതോ ഈ മനുഷ്യനെ ഇങ്ങനെയാക്കിയതിന് ഒരു കാരണമുണ്ടോ? ഞാൻ അറിഞ്ഞിടത്തോളം ഈ സ്വർഗസങ്കല്പം എന്ന് പറയുമ്പോൾ ഈ ദുഷ്ടന്മാരെ സൃഷ്ടിക്കുന്നത്, ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം
ഈശ്വരൻ്റെ കാരണമാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ആരാണ് കാരണം? ഈശ്വരൻ തന്നെ ആയിരിക്കില്ലേ? അപ്പം പിന്നെ എങ്ങനെയാണ് ഒരാളെ ദുഷ്ടതയുടെ പേരിൽ സ്വർഗത്തിലിടാൻ പറ്റുന്നത്, അതുപോലെ നരകത്തിലിടാൻ പറ്റുന്നത്? ഒരാളുടെ ശ്രേഷ്ഠതയുടെ പേരിൽ സ്വർഗത്തിലിടാൻ പറ്റുന്നത്? ഒരാൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് ചിന്തിക്കുക, ഒരു പെൺകുട്ടി, അവൾ പ്രൊട്ടസ്റ്റന്റ് എന്താ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ പോയി ജീവിതം വഴിവിട്ടു, ഒരുപാട് കടം കയറിയപ്പം രക്ഷപ്പെടാൻ വഴിയില്ല. അടുത്ത വീട്ടിലെ സ്ത്രീ പറഞ്ഞു, എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആണല്ലോ, വളരെ ലൗഡായിട്ട് ഹല്ലേലൂയ പറയണം, അവിടെ കാണിക്കയിടണം. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അവിടെ പറയുന്നതെല്ലാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കണം, ദാനധർമ്മം ചെയ്യണം, സ്നേഹം വേണം, അത് ഇത് എല്ലാം പറയുന്നുണ്ട്, കരുണ വേണം, ഒക്കെ ഉണ്ട്, റിസോഴ്സസ് ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷേ ഈ പെൺകുട്ടി വീട്ടിൽ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് അടുത്ത വീട്ടുകാരോട് ഭീകരമായിട്ടുള്ള അസൂയ വരും. അവരെ കണ്ടാൽ പറ്റത്തില്ല. അവിടെയുള്ള എല്ലാവരും, അയൽവക്കക്കാരോട് എല്ലാവരോടും ദേഷ്യമാണ്. അവരെല്ലാം ഈ വ്യക്തിക്ക് പാര പണിയുന്നു എന്നാണ് ഈ വ്യക്തിയുടെ തലച്ചോറ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ പള്ളിയിൽ പോയിട്ടോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടോ, എൻ്റെ മനസ്സെന്താ ഇങ്ങനെ പറയുന്നത്? എന്തായിരിക്കും? നമ്മളൊരാൾ ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വളരെ ആരോഗ്യകരമായി മാനസികാരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതിന് ഉത്തരവാദി നമ്മളുടെ ശരീരത്തിലെ ന്യൂറോ കെമിക്കൽ ബാലൻസിങ് ആണ്. ഒരാൾക്ക് ന്യൂറോ കെമിക്കൽ ബാലൻസിങ് ഉണ്ടെങ്കിൽ ആ വ്യക്തി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്തുനിന്ന് തെറ്റാൻ പലതരം കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് ചിലപ്പം അവരുടെ എന്തെങ്കിലും ലൈഫിൽ വന്നിട്ടുള്ള ഇൻസൾട്ടോ, ബ്രെയിൻ ഇഞ്ചുറിയോ, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോ, നിരന്തരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോർമോണൽ ഇംബാലൻസിങ് വരാം, അവരുടെ ചിന്തകൾ മാറിപ്പോയേക്കാം. അപ്പോൾ ചിന്തകൾ മാറിപ്പോകുമ്പോൾ ഡിപ്രഷൻ വരും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരും, പലതരത്തിലുള്ള മാനസിക അസുഖങ്ങൾ വരും. സ്വർഗത്തിലെ സുഖവും നരകത്തിലെ കഷ്ടതയെക്കുറിച്ചാണ് അടുത്ത ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ആവശ്യമുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്നത് അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നത് വിത്ത് ബോഡി ഓർ വിത്തൗട്ട് ബോഡി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവ് എന്നുള്ള സങ്കല്പം അപ്പോൾ എന്താണ്? അപ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ ആത്മാവ് എന്നുള്ള സങ്കല്പമാണെങ്കിലും വിത്ത് ബോഡി ആണെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കളറൊക്കെ പലതരത്തിലാണ്. ചിലർ ഡസ്കി കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളറാണ്, ചിലർ ഫെയർ കളറാണ്, ചിലർ വളരെ വളരെ കറുപ്പായിരിക്കും. അങ്ങനെ പല കളറുകളാണ് നമ്മുടെ സ്കിൻ കളറ്, അല്ലേ? അതുപോലെ നമ്മുടെ ഷേപ്പും പലതാണ്. ചിലർക്ക് കാലുണ്ടാവില്ല, ചിലർക്ക് കൈ ഉണ്ടാവില്ല, ചിലർക്ക് കണ്ണ് കാണില്ല, ചിലർ വളരെ കാണാൻ വളരെ എന്താ പറയുക ഹ്യൂജായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. അപ്പോൾ വിത്ത് ബോഡി നമ്മൾ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ, എനിക്ക് കാലില്ലാത്ത ഒരാളാണെങ്കിൽ സ്വർഗത്തിൽ കാലില്ലാണ്ടിരിക്കുമോ? അല്ല, ഈ നരകത്തിൽ പോവുകയാണെങ്കിൽ കാലില്ലാണ്ട് തന്നെയാണോ പോവുക? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് ക്ലാരിറ്റി ഇല്ല. അടുത്തത് നമ്മളുടെ പേരുകൾ, നമുക്ക് അപ്പനും അമ്മയും പേരിടുന്നത് ഒരു ചന്തമില്ലാത്ത പേരാണ് നമ്മളുടേതെന്ന് നമുക്കിത് തോന്നാറില്ലേ? വേറെ എന്തെങ്കിലും പേരിടായിരുന്നു, നമുക്ക് എന്തൊരു പേരാണെന്ന്. അപ്പോൾ ഈ പേര് അവിടെ വിളിക്കുമോ? പിന്നെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാകുക? അതും ഒരു ക്ലാരിറ്റി വേണ്ട കാര്യമാണ്. പിന്നെ മൂന്നാമത്, ആത്മാവ് എന്നുള്ള സങ്കല്പത്തിലാണ് പോകുന്നതെന്ന് വിചാരിച്ചോ, അവിടെ നമ്മൾ ഈ ആത്മാവ് എന്നുള്ള സങ്കല്പത്തിന് അവിടെ എങ്ങനെ തിരിച്ചറിയാൻ വഴികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു പ്രശ്നം സ്വർഗത്തിലെ സുഗന്ധത്തെക്കുറിച്ചാണ്. നമുക്ക് ഉടുപ്പില്ലാത്ത ഒരാൾക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കും, കുത്തി മറിയും, എനിക്ക് പുതിയ ഉടുപ്പ് കിട്ടി, അല്ലേ? നന്നായി വിശക്കുന്ന ഒരാൾക്ക് ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും, അല്ലേ? എന്തോരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. പക്ഷേ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന, നന്നായിട്ട് ഡ്രസ്സും അതും ഇതും എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരാൾക്ക് സ്വർഗത്തിലെത്തിയാൽ എന്ത് കിട്ടിയാലാണ് സന്തോഷം വരിക? അവിടെ സന്തോഷമല്ലേ? അവിടെ സുഖാവസ്ഥയല്ലേ? എന്ത് കിട്ടിയാൽ നമ്മളെ സുഖിപ്പിക്കാൻ പറ്റും, അല്ലേ? ചോദ്യമല്ലേ? എന്ത് കിട്ടിയാലും സുഖിപ്പിക്കാൻ പറ്റുക? ഒരു നല്ല ഡ്രസ്സ് കിട്ടും, ഒരു സ്വർണത്തിൻ്റെ ഡ്രസ്സ് കിട്ടും വിചാരിച്ചു, ഇടുമ്പോൾ നല്ല ഡ്രസ്സും ഉണ്ടാവും. 2-3 ദിവസം കഴിയുമ്പോൾ സ്വർണത്തിൻ്റെ ഡ്രസ്സ് സാധാ ഡ്രസ്സായി, അല്ലേ? പിന്നെ അതിനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് ഭക്ഷണം ഇല്ലാത്തതിന് ഭക്ഷണം കിട്ടിയാൽ സന്തോഷമാണ്.
സ്വർഗത്തിൽ ചെന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അവിടെ ലഭിക്കും. ഇപ്പം ഇസ്ലാം മതപ്രകാരമാണെങ്കിൽ പുഴകളാണെന്നാണ് പറയുന്നത്. ഇപ്പം മദ്യപ്പുഴ, പാലിൻ്റെ പുഴ, അങ്ങനെ പുഴകളാണ് അവിടെ. അപ്പോൾ ഈ പുഴകളിലൊക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളും ഈ കുടിക്കാനുള്ള ഇതുമെല്ലാം കുടിച്ച് മതിച്ചിരിക്കുമ്പോൾ എത്ര ദിവസം നമുക്ക് സന്തോഷിക്കാൻ പറ്റും? 2 ദിവസം കഴിയുമ്പോൾ അതൊരു സാധാ സംഭവമായി പോകത്തില്ലേ? മാത്രമല്ല, ഒരു ആത്മാവെന്ന സങ്കല്പത്തിലാണ് സ്വർഗം എന്നുള്ളത് എങ്കിൽ അവിടെയുള്ള പ്രശ്നം, ഒരാൾക്ക് ഒരു സുഖാവസ്ഥ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണം, ഫയറിങ് ചെയ്യണം. നമ്മുടെ ശരീരത്തിലെ മെസ്സേജ് സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് എൻ്റെ കാലിലൊരു ഉറുമ്പ് കയറിയിട്ടുണ്ട്, ആ ഉറുമ്പ് കാലിലുണ്ട് എന്ന് കാലിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത ന്യൂറോ ട്രാൻസ്മിറ്ററിന്, അതായത് സെല്ലുകൾക്ക് മെസ്സേജ് പാസ് ചെയ്യണം. ആ സെല്ലുകൾ വേറൊരു സെല്ലിന് മെസ്സേജ് പാസ് ചെയ്താണ് നമ്മുടെ ബ്രെയിൻ പറയുക കാലിലൂടെ ഒരു ഉറുമ്പ് പോകുന്നുണ്ട് എന്ന്, അല്ലേ? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി പാസ് ചെയ്യുമ്പോൾ നമുക്ക് നെർവ് സിസ്റ്റം വേണം. തലയിലെത്തിയാലേ നമുക്കത് മനസ്സിലാവും ഉറുമ്പാണെന്ന്, അല്ലേ? തലച്ചോറ് പറയണ്ടേ ഉറുമ്പാണ് എന്നുള്ളത്, അല്ലെങ്കിൽ പറയുമോ? പറയില്ല. പിന്നെ ഇതൊരു പ്രശ്നം, ഇത് നരകത്തിലെത്തിയാലും സംഭവിക്കത്തില്ലേ? നരകത്തിലെത്തിയാൽ നമുക്ക് നരകത്തിലെ ചൂട് അല്ലെങ്കിൽ നരകത്തിലെ പീഡനം അനുഭവിക്കണമെങ്കിൽ നമുക്ക് നെർവ് സിസ്റ്റം വേണം, നമുക്ക് തലച്ചോറ് വേണം, അല്ലേ? തലച്ചോറില്ലാണ്ട് നമുക്ക് അത് വേദനയാണെന്ന് മനസ്സിലാവത്തില്ല. മനസ്സിലാവാതെ നമ്മൾ എങ്ങനെയാണ് ഈ വേദനകൾ അനുഭവിക്കുക? നരകത്തിലെ പീഡനം അനുഭവിക്കണമെങ്കിൽ തലച്ചോറ് വേണ്ടേ? തലച്ചോറില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വേദന അനുഭവിക്കുക? അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു, നമുക്ക് ടോളറൻസ് ലെവലുണ്ട്. ആ ടോളറൻസ് ലെവലിന് അപ്പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൊളാപ്സ് ആവും, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, നമ്മൾ കുഴഞ്ഞു വീഴും. നമ്മുടെ നെർവ് സിസ്റ്റത്തിന് അത്രയും വേദന സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴും. അപ്പോൾ ഈ നരകത്തിലെ ഈ പീഡനങ്ങളും ഒരു പരിധി വെച്ചിട്ടേ സഹിക്കാൻ പറ്റാതെ വരത്തില്ലേ? ഈ ബോഡിയോടുകൂടിയാണ് പോകുന്നത് എങ്കിൽ ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഉത്തരം വേണ്ടത്. ആരെങ്കിലുമൊക്കെ നമുക്ക് ഉത്തരം തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി നവലോക സാത്താൻസ് നിർമ്മിതി ബുദ്ധിയാണിത്. നിർമ്മിതി ബുദ്ധിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ സാത്താൻ്റെ സങ്കല്പങ്ങൾക്കും മാറ്റം വന്നു. സാത്താൻ നമ്മളെ പേടിപ്പിക്കുന്ന രൂപങ്ങളാണ് സാത്താൻ്റെ രൂപങ്ങൾ. പാമ്പ്, അല്ലെങ്കിൽ 3 തലയുള്ള രൂപം, ചൂലിൽ സഞ്ചരിക്കുന്ന ആൾ, അല്ലെങ്കിൽ മഴവിൽ സഞ്ചരിക്കുന്ന ആളൊക്കെയാണ് സാത്താൻ്റെ രൂപങ്ങൾ. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നിങ്ങളൊക്കെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉപയോഗിക്കുന്നതാണ്. ചില ആളുകൾക്ക് ഇവിടെ ഒരു സ്റ്റഡ് ഇടാൻ തോന്നും, പിന്നെ ഇവിടെ ഇടാൻ തോന്നും, പിന്നെ മൂക്കിലിടാൻ തോന്നും, ചുണ്ടിലിടാൻ തോന്നും, പിന്നെ മുഖത്തെല്ലാം ഇടാൻ തോന്നും. അത് സ്റ്റഡല്ല. ചില ആളുകൾ നല്ല കൂർത്ത കമ്പി, ഈ സൂചി പോലുള്ള സംഭവങ്ങൾ വയ്ക്കും. ഒന്നിടുമ്പോൾ സന്തോഷമുണ്ടാകുമെന്ന് തോന്നും, അപ്പോൾ സന്തോഷം 2 ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോൾ രണ്ടാമത്തതിടും, പിന്നെ മൂന്നാമത്തതിടും, പിന്നെ മുഖം മൊത്തം സൂചികളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റഡായിരിക്കും. ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അവന് അവസാനം നമ്മൾ കാണുമ്പോൾ പേടിയാവും, ഇത് സാത്താനാണെന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ അവസ്ഥയാണ് ഈ നവലോകത്തെ സാത്താനിക് ഫിഗേഴ്സ്. അപ്പോൾ സാത്താൻ തന്നെ ഔട്ട് ഓഫ് ഡേറ്റ് ആകുന്ന അവസ്ഥയാണ്. പിന്നെ ടാറ്റു അടിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് പ്രശ്നം. നമുക്ക് ബോഡി ഇമേജിനെ കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാണ് ഇപ്പോഴത്തെ ആളുകൾ. ബോഡി ഇമേജ് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റ് ഇല്ലെങ്കിലും ഡിഫക്റ്റ് കണ്ടുപിടിക്കും, എന്നിട്ട് അത് ഡിഫക്റ്റാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് വേറെ മാനസിക പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഒരു ടാറ്റു അടിക്കാൻ ഇഷ്ടം തോന്നും, ഒരു ടാറ്റു അടിക്കും, സന്തോഷം തോന്നും, എൻ്റെ ശരീരത്തിൽ ടാറ്റു അടിച്ച് എല്ലാവരെയും നമ്മൾ കാണിക്കും. പക്ഷെ അവിടെ നമ്മുടെ സന്തോഷം നിൽക്കത്തില്ല. നമ്മൾ അടുത്ത ടാറ്റു അടിക്കും, അടിച്ചടിച്ച് നമ്മൾ ഇക്കണ്ട കാലം അത്രയും ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള സാത്താനിക് ഫിഗറിനേക്കാളും ഭീകര രൂപികളായിട്ട് നമ്മുടെ ഇടയിലുള്ള മനുഷ്യന്മാരും മാറിപ്പോകും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പുതുലോകത്തിലെ മനുഷ്യന്മാർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, പൗരാണിക കാലം മുതൽ ഉണ്ടായിട്ടുള്ള ഈ സാത്താനിക് ഫിഗർ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് സാത്താൻ ഓരോ മനുഷ്യന്മാരെയാണ് ഉപദ്രവിച്ചത് എങ്കിൽ ഈ നവലോകത്തിലെ സാത്താനിക് ചിന്തകളും മറിയുക തന്നെ ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് മാറുന്ന ദൈവസങ്കല്പങ്ങളാണ്. നിർമ്മിത ബുദ്ധികാലത്തെ മാറുന്ന ദൈവസങ്കല്പങ്ങളെക്കുറിച്ചാണ്. അതുപോലെ സാത്താനിക് സങ്കല്പങ്ങളും മാറും. കാരണം ഈ നമ്മുടെ കമാൻഡിങ്, നമ്മൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന കമാൻഡിങ്, ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് എന്നാണോ നിർമ്മിത ബുദ്ധി കയ്യിലെടുക്കുന്നത് ആലോചിച്ച് നോക്ക്. പിന്നെ യുദ്ധം തുടങ്ങുന്നതേ ഉണ്ടാവും, നിർത്താൻ അതറിയില്ല, നിർത്താൻ നിർമ്മിത ബുദ്ധിക്ക് അറിയുകയേ ഉണ്ടാവില്ല. പിന്നെ നടക്കുന്ന യുദ്ധങ്ങൾ മനുഷ്യർ തമ്മിലായിരിക്കില്ല, റോബോട്ടുകൾ തമ്മിലായിരിക്കും.
പിന്നെ ലോകത്തിൻ്റെ കെമിസ്ട്രി മൊത്തം മാറി മറിയും, ലോകത്തിൻ്റെ ഇക്വേഷൻസ് തന്നെ മാറി മറിയും. ഷെയർ മാർക്കറ്റുകൾ തകർന്നടിയും നിമിഷങ്ങൾ കൊണ്ട് തന്നെ. ആ അവസ്ഥകളൊക്കെയിലേക്കാണ് നമുക്ക് നാളത്തെ ലോകത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചത് എൻ്റെ ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ പെട്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളിൽ അവരുന്നയിക്കുന്ന ക്ലാരിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇതിനാരെങ്കിലുമൊക്കെ മറുപടി തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ മാനസിക രോഗത്തെക്കുറിച്ച് കൂടി പറയാം. മാനസിക രോഗങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രായമായവരും കുഞ്ഞു കുട്ടികളും എല്ലാം നമ്മൾ ഇക്കണ്ട കാലമെല്ലാം പ്രകൃതിയിലാണ് ജീവിച്ചത്. നമുക്ക് പ്രകൃതി എന്താണ് എന്ന് പറഞ്ഞു തന്നത് 5 സെൻസ് ഓർഗൻസ് ആണ്. ഈ 5 സെൻസ് ഓർഗൻസിലൂടെയുമാണ് ഇൻഫർമേഷൻസ് പുറത്തെ ലോകം എന്താണെന്ന് നമുക്ക് ഉള്ളിൽ മനസ്സിലാകുക. പക്ഷേ ഈ സമയത്ത് നമ്മൾ കൂടുതലും നമ്മളുടെ യങ്ങർ ജനറേഷൻ കൂടുതലും ജീവിക്കുന്നത് സൈബർ ഇടങ്ങളിലാണ്, സ്ക്രീനിലാണ്. സ്ക്രീനിൽ ജീവിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് നിർബന്ധപൂർവ്വം ഭക്ഷണത്തോടൊപ്പമാണ് ഇവർ ഇന്നത്തെ ജനറേഷൻ യങ് മദേഴ്സ് മൊബൈൽ ഫോൺ കൊടുക്കുക. അപ്പോൾ അവിടെ ഫോഴ്സ്ഫുള്ളായിട്ട് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗന്ധവും ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിന് ഗന്ധവും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അതിന് പകരം മൊബൈൽ ഫോൺ വിത്ത് ഫുഡാവും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് പ്രശ്നമാവും, കോൺഫ്ലിക്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഈ ഗാഡ്ജറ്റുകളും സൈബർ ഇടങ്ങളും ഒക്കെ ഉപയോഗിക്കണം, ആരോഗ്യത്തോടെ ഉപയോഗിക്കണം. നമ്മളും അതെ, നമ്മളുടെ കുഞ്ഞുങ്ങളും അതെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് 5 പേരിൽ ഒരാൾ മാനസിക രോഗികളാണ്. ഈ 5 പേരിൽ ഒരാൾ മാനസിക രോഗികളാവാനുള്ള കാരണം നമ്മൾ സൈബർ ഇടങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന വിധത്തിലല്ല നമ്മളുടെ കെമിസ്ട്രി. നമ്മളുടെ ബ്രെയിനിലുള്ളത് ഇനിയും മൈക്രോ റോബോട്ട്സ് അല്ല. ഇനിയുള്ള കാലത്ത് മാനസിക പ്രശ്നം വരുമ്പോൾ ഒരുപക്ഷെ മൈക്രോ റോബോട്ട്സിനെ കടത്തി വിട്ടിട്ട് നമ്മളുടെ 100 ബില്യൺ ബ്രെയിൻ ന്യൂറോൺസിൽ ഏത് ന്യൂറോണാണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ ന്യൂറോണിനെ കറക്ഷൻ ചെയ്യാനുള്ള ടെക്നോളജി നാളെ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, ഹ്യൂമൻ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പ്രണയം, സ്നേഹം, ഇതൊക്കെ പ്രശ്നമാണ്. പക്ഷേ ഒരാൾ ഒരു ബ്രേക്കപ്പിൽ പെട്ട, പ്രണയത്തിൽ നിന്ന് ബ്രേക്കപ്പിൽ പെട്ടിട്ടുണ്ട്, ആ പ്രണയം മുമ്പോട്ട് പോകാത്ത ഒരു തടസ്സം വന്നിട്ടുണ്ട്, ആകെപ്പാടെ കോൺഫ്ലിക്റ്റ് ആവും, നമുക്ക് ഭയങ്കരമായ ഇമോഷണൽ പ്രശ്നങ്ങൾ വരും. നമുക്കറിയാം നമ്മളുടെ ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മനോഹരമായ കൃതികളും മനോഹരമായ കാവ്യങ്ങളും എല്ലാം ഈ പ്രണയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ രമണനും ആരായിരുന്നു, ചന്ദ്രികയും കൂടി കാനന ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്നൊക്കെ ചന്ദ്രിക പാടിക്കളയും. പക്ഷെ ചന്ദ്രികയുടെ അപ്പൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് മൈക്രോ റോബോട്ടിക് ചികിത്സ നടത്തുന്ന ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയിട്ട് ചന്ദ്രികയുടെ തലച്ചോറിൽ രമണനെ കുറിച്ച് എവിടെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഏത് ന്യൂറോണാണോ ആ ന്യൂറോണിനെ മാറ്റിയിട്ട് അത് ആ ഏരിയ കറക്റ്റ് ചെയ്ത് കളയും. പിന്നെ രമണനെ ചന്ദ്രികയ്ക്ക് ഓർമ്മയുണ്ടാവില്ല. ആ അവസ്ഥയിലേക്കാണ് ഭാവിയിലും മനുഷ്യർ പോവുക. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സൈക്യാട്രിക് വിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ ആൻഡ് എററാണ്. അതുകൊണ്ട് ഏറ്റവും ആരോഗ്യത്തോടെ നമ്മൾ ജീവിക്കുക. നമ്മൾ ഇങ്ങനത്തെ ഗാദറിങ്സിലൊക്കെ വരിക തന്നെ വേണം. കാരണം വീട്ടിലിരുന്നാൽ നമ്മളും ഈ സാധനം ഉപയോഗിക്കും. നമ്മൾക്ക് വേറെ എന്താ വെച്ചാൽ ആരോഗ്യമില്ല, ജോലി ചെയ്യാൻ വേണ്ട ആരോഗ്യമില്ല, നടക്കാനും മറ്റുള്ള ആക്ടിവിറ്റീസും പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഗ്യാതറിങ്സ് വളരെ നല്ലതാണ്. വളരെ റിയൽ ആയിട്ടുള്ള നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ആവുന്നത്ര ആക്റ്റീവായിട്ട് എനർജറ്റിക്കായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ യങ് ആയിട്ടിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.